ഓഗസ്റ്റ് 8 ഇന്റർനാഷണൽ ഇൻഫിനിറ്റി ഡേ. ഇൻഫിനിറ്റി സിമ്പിൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണ്, അല്ലെങ്കിൽ നെവർ എൻഡിങ് ആണ് എന്നെല്ലാം പറയും. അപ്പോൾ ഇൻഫിനിറ്റിക്ക് ഒരു ഡേ ഉണ്ടോ? ഞാനും വണ്ടർ ചെയ്തു പോയി. അപ്പോൾ ഇൻഫിനിറ്റിയുടെ ഡേ എന്ന് പറയുന്നത് എട്ടാമത്തെ മാസത്തിലെ എട്ടാമത്തെ ദിവസമാണ്. അതിനൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇൻഫിനിറ്റി ഡേ ഓൾസോ നോൺ ആസ് യൂണിവേഴ്സൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫിനിറ്റി ഡേ. ഇറ്റ്സ് ഓൺ ഓഗസ്റ്റ് 8. ഈ ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് 8th ഡേ ഓഫ് 8th മന്ത് ഓഫ് ഈച്ച് ഇയർ. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡേ, പെർട്ടിക്കുലർ ഡേ? ടു സെലിബ്രേറ്റ് ആൻഡ് പ്രൊമോട്ട് ഫിലോസഫി ഫോർ ഓർഡിനറി പേഴ്സൺ. അപ്പോൾ 8 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സിഗ്നിഫിക്കൻ്റ് എന്താണ്? 8 എന്ന് പറയുമ്പോൾ നമുക്ക് പല സയൻസിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പറാണ് 8. 8 is the maximum number of electron that can occupy in a valence shell of in an atomic physics എന്ന് പറയാം. അതുപോലെ തന്നെ എയ്റ്റ് എന്ന് പറഞ്ഞ നമ്പറിന് കുറേ അധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ 8 നമ്പർ ഓഫ് പ്ലാനറ്റ്സ് ആണല്ലോ സോളാർ സിസ്റ്റത്തിലുള്ളത്, കാരണം പ്ലൂട്ടോ ഡോഫ് പ്ലാനറ്റായി. അതുപോലെ തന്നെയാണ് പലതരം സിഗ്നിഫിക്കൻസ് 8ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഡേനെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫിനിറ്റി സിമ്പിൾ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ആരായെന്ന് നോക്കാം. ഫ്രീ ആയിട്ട് അഡ്വൈസ് ഒക്കെ കൊടുത്തിരുന്ന ഒരാളുണ്ടായിരുന്നു, ജീൻ എഡി പിയറി ഫെനിയോ എന്ന് പറഞ്ഞ ഒരാൾ. അതിൽ 1897 ഈ ഒരു സിമ്പിള് ഇൻ്റർനാഷണൽ ഫിലോസഫി ഡേക്കായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഫ്രീ ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് സ്ട്രീറ്റ്സിൽ കൊടുത്തിരുന്നു. ഫ്രീ തിങ്കിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ദ ഡേറ്റ് വാസ് ചോസൺ ബിക്കോസ് ഇൻഫിനിറ്റി സിമ്പിൾ റിസംബിൾസ് ഹൊറിസോണ്ടൽ ഫിഗർ 8. ദിസ് സിമ്പിൾ റെപ്രസെൻറ്റ് എൻഡ്ലെസ് പോസിബിലിറ്റീസ് ആൻഡ് ബൗണ്ട്ലെസ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യണത് എൻഡ്ലെസ് ആയിട്ടുള്ള പോസിബിലിറ്റീസും അതുപോലെ തന്നെ ബൗണ്ട്ലെസ് ആയിട്ടുള്ള ഇമാജിനേഷൻസുമാണ്. നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം കാട് കയറി ചിന്തിക്കുക എന്നുള്ള പറഞ്ഞ പോലെയല്ല കേട്ടോ. സാധ്യതകളുടെ ഒരു വാതായനം തന്നെയാണ് ഇൻഫിനിറ്റി സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇൻഫിനിറ്റി സിമ്പിള് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ വാലിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലാണ് ഇൻഫിനിറ്റി സിമ്പിള് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 1655. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിമ്പിൾ ചൂസ് ചെയ്തതെന്നുള്ളതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഇൻഫിനിറ്റി ഡേൻ്റെ ഒറിജിൻ സംബന്ധിച്ച് ധാരാളം കഥകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, ഇൻഫിനിറ്റി ഡേ? അതായത് നമ്മുടെ മുമ്പിൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 8 നമ്മൾ ആ പോസിബിലിറ്റീസിനെ ഉൾക്കൊള്ളാനും അതിനെ സെലിബ്രേറ്റ് ചെയ്യാനും നമ്മൾ പ്രത്യേക എഫേർട്ട് എടുക്കുക തന്നെ വേണം. നമ്മൾ വിചാരിക്കും നമ്മളുടെ ആ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉള്ളൂ, ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഇത്ര കഴിവുള്ളൂ എന്നൊക്കെ ചിന്തിക്കും. ബട്ട് ദിസ് ഡേ സിഗ്നിഫൈസ് ദ എൻഡ്ലെസ് പോസിബിലിറ്റീസ്. നിങ്ങൾക്ക് എത്രത്തോളം ജീനിയസായി ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം ജീനിയസായി ചിന്തിക്കാൻ പറ്റും എന്നുള്ളൊരു എഷ്വറൻസ് ആണ് ഈ ഡേ നമുക്ക് തരുന്നത്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഈ ഡേ ആരാണ് നമ്മളുടെ മുമ്പിൽ കൊണ്ട് തന്നതെന്ന് അറിയാം. ഇനി ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഇൻഫിനിറ്റി ഡേ പറയുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫാമിലിയായിട്ട് കുറച്ച് അധികം എങ്ങനെയാണ് നല്ല രീതിയിൽ ഫാമിലിയിൽ ഹാപ്പിനെസ് കൊണ്ടുവരേണ്ടത്, ആ എൻഡ്ലെസ് പോസിബിലിറ്റീസിനെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ വർക്ക് ചെയ്യുക, അതിനെ പറ്റിയിട്ട് ആക്ഷൻ എടുക്കാം. പിന്നെ ക്രിയേറ്റ് ഇൻഫിനിറ്റി ആർട്ട്. നമ്മുടെ ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഇൻഫിനിറ്റി ആർട്ട്, എന്തെങ്കിലും പെയിൻറ്റിങ്സ് ചെയ്യാം, ഡ്രോ ചെയ്യുക, ഡിസൈൻസ് ദാറ്റ് സിംപ്ലൈസ് എൻഡ്ലെസ്നെസ്. ആൻഡ് ദിസ് ക്രിയേറ്റീവ് പ്രോസസ് ക്യാൻ ഡീപ്പൻ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ മച്ച് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഓർ ഇൻഫിനിറ്റ് കേപ്പബിലിറ്റീസ് യു ഹാവ്. ഇനി ഇൻഫിനിറ്റിയുടെ കോൺസെപ്റ്റ്സിനെ പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാം.
എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി ഉള്ളൊരു പേഴ്സണായി മാറുന്നത് എന്ന് നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യാം. അതുപോലെ ഫിലോസഫിക്കലായിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഇനി എക്സ്പ്ലോർ ഇൻഫിനിറ്റ് പാറ്റേൺസ് ഇൻ നേച്ചർ. നമ്മുടെ നേച്ചറിൽ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ഇൻഫിനിറ്റ് പാറ്റേൺസ് ഉണ്ട് അല്ലേ? നമ്മുടെ കോസ്റ്റൽ ലൈനിൽ നേച്ചർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ധാരാളം പാറ്റേൺസ് കാണാം. മണൽ നോക്കി കഴിഞ്ഞാൽ കാണാം അല്ലേ? അതുപോലെ നമ്മുടെ റിവേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ധാരാളം പാറ്റേൺസ് കാണാം. അത്തരം പാറ്റേൺസ് കണ്ടുപിടിച്ച് നമ്മൾ വരയ്ക്കാനൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഓഗസ്റ്റ് 8 അല്ലെങ്കിൽ ഡേ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സിമ്പിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സില്ലി എന്ന് തോന്നിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് സംതിങ് ഈസ് സ്പെഷ്യൽ ഓൺ ദിസ് സ്പെഷ്യൽ ഡേ. സോ ദിസ് ഇസ് ജസ്റ്റ് എൻ അവയർനെസ്, അത്ര ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻ്റർനാഷണൽ ഇൻഫിനിറ്റി ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8 സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യണം നമുക്ക് മനസ്സിലായി. ഇനി അത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ പിന്നിലുള്ള സിമ്പൽ കൊണ്ടുവന്ന് മാത്തമാറ്റീഷ്യനെ പറ്റി മനസ്സിലായി. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ദ 8th ഡേ ഓഫ് 8th month ഓഫ് ദ ഇയർ. സോ everyone should know about this particular day and celebrate Infinity Day. Thank you so much for listening to me, Jita.